കുഴമ്പ് നമ്മൾ അവിടുന്ന് കൊണ്ടുവന്ന് നന്നായി ഇരുപടി മക്കളെ. അവിടെ വെച്ചേക്കാം. ഇവിടൊക്കെ ഉത്സവകാലമാണെന്ന് തോന്നുന്നു. ആന വരുന്നുണ്ട്. ആനയല്ല മുത്തശ്ശ, ദേ ആരാ മനസ്സിലായില്ല? സർവേ സാറേ. സർവേയോ? എന്ത് സർവേ? ഇത് റീ സർവേ സാറേ. ഞങ്ങൾ അളന്നു വരുന്നത് കേരള തമിഴ്നാട് അതിർത്തിയാ. നിങ്ങൾ എന്ത് വിട്ടിത്തായി പറയുന്നേ? ഇത് ഞങ്ങളുടെ പറമ്പാ. ഇന്നലെ പ്രമാണം എഴുതി കേറി താമസിച്ചു തുടങ്ങിയതേ ഉള്ളൂ. അതിനിടെ ഞങ്ങൾ അറിയാണ്ട് ഈ സ്ഥലം ആരാ തമിഴ്നാട്ടിന് വിറ്റത്? അതൊന്നും ഞങ്ങൾക്കറിയില്ല. ഇത് കേരളം. ഈ കയറ് കെട്ടി വരുന്നതിന് ഇപ്പുറം തമിഴ്നാട്. ഈ കയറാണ് കേരള തമിഴ്നാട് ബോർഡർ. ഈ കയറിന് ഇപ്പുറം ഇവിടുത്തെ വലിയൊരു കുടുംബത്തിന്റെയാ, പെരിയപ്പത്തേവർ. കേട്ട് കാണുമായിരിക്കും. കുറ്റിയടി വേണ്ട സാർ, ഇങ്ങനെ കഥയിൽ ഒരു അടയാളം കൊണ്ടാ പോകും. ഓക്കെ, ഫോട്ടോ. ഇവിടെ വിട്ട ബാംഗ്ലൂർ ചെന്നിട്ട് കാറിൽ നിന്ന് ഇറങ്ങാവൂ. അല്ലാതെ നഗരസഭയുടെ വണ്ടി ചവറെടുക്കുന്ന പോലെ വഴി കാണുന്ന എല്ലാ ബാറിലും കയറരുത്. മനസ്സിലായോ? രൂപ 1 2 അല്ല 15 ലക്ഷം അടിക്കില്ല. അത് മറക്കണ്ട. ഈ ഷാരടി എത്ര മോന്തിയാലും ഷാരടി അത് നമുക്കറിയാം. വേഗം ചെല്ല്, കേറാൻ നോക്ക്. ഒരു കാര്യം മറന്നു ദിനേശ, ഇത് തരൂല. ഇത് എന്റെ മേൽവിലാസ. എന്തേലും മംഗളർമുണ്ടെങ്കിൽ ഇതിൽ അറിയിച്ചാ മതി. എന്നാ മംഗളൂർ മണ്ണൊക്കെ അറിയിക്കും. ഒരു കൊടുങ്കാറ്റ് കുളിർക്കാറ്റായ പോലെ. സത്യം. വലിച്ചു കീറി കളയടാ. അയാളെ അറിയിക്കാൻ ഇവിടെ ആരെങ്കിലും 16 അടി ഉണ്ടോ? അതെ, ചേട്ടനെ പരമമാവൻ വിളിക്കുന്നു, വേഗം അങ്ങോട്ട് ചെല്ലാൻ. എന്താടാ? ഒന്നുമില്ലടാ. എന്താണ്? ചിലപ്പോ എന്റെ ഭാവി പരിപാടി പ്ലാൻ ചെയ്യാനായിരിക്കും. ഏതായാലും നീ കൂടെ വാ. എന്തിനാ? ചെറുക്കന്റെ കാരണസ്ഥാനത്ത് ഒരാള് വേണമല്ലോ. വാടാ. എന്താ ഇതൊക്കെ ഒന്ന് ഒതുക്കി വെച്ചില്ലേ? എന്താണ്ടായി അമ്മാവ? എന്തുണ്ടായിന്നോ? ഞങ്ങൾ എവിടാ താമസിക്കണ്ടേ പറ? കേരളത്തിലോ അതോ തമിഴ്നാട്ടിലോ? ഇത്തിരി മുമ്പേ കുറെ എണ്ണം വന്ന് പറമ്പിന് കുറുകയും വീടിന് കുറുകയും കയറ് വലിച്ചു കെട്ടിട്ട് ഇപ്പുറം കേരളമാണെന്നും അപ്പുറം തമിഴ്നാടാണെന്നും പറഞ്ഞിട്ട് പോയിരിക്ക. കയറിന് അപ്പുറം ഉള്ളത് ഏതോ ഒരു തേവരുടെ വകയാത്രേ. കിണറ് വരെ 2 കീറി മുറിച്ചല്ലേ കയറ് കെട്ടിയിരിക്കണേ. എവിടെയാ ഷാരടി? ഞങ്ങളെ ചതിക്കാൻ മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ അയാളോട് ചെയ്തത്? അതിന് എന്തോ എവിടെ ഒരു പെശക പറ്റിയിട്ടുണ്ട്, അല്ലാതെ വേറൊന്നും അല്ല. ചേട്ടൻ വിഷമിക്കണ്ട, ഒക്കെ നമുക്ക് ക്ലിയർ ആക്കാം. നീ വന്നേ. ചേട്ടാ, ഏത് ബാറ് കണ്ടാലും ഒന്ന് ചവിട്ടിയേക്കണേ. ഒറ്റ ചവിട്ടിയാൻ വെച്ചേരും. മനുഷ്യൻ കുന്തമനെ നിൽക്കുമ്പോഴാ ബാറിക്കറി മിനുങ്ങാൻ. ബാറി കയറി മിനുങ്ങാനല്ല, ആ ഷാരടിയെ തപ്പാനാണ്. എടോ, താനൊരു കാര്യം ചെയ്യും. ബാംഗ്ലൂർക്ക് വല്ല ഷോർട്ട് കട്ട് ഉണ്ടെങ്കിൽ ആ വഴി പിടി. ഒരു കുറുക്കുവഴിയുണ്ട്. കോയമ്പത്തൂർ ബാംഗ്ലൂർ ഹൈവേ ചെന്ന് കയറും. 15 കിലോ ലാഭിക്കാം. പക്ഷേ എതിരെ ഒരു വണ്ടി വന്നാൽ ക്രോസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്ത് പണ്ടാരെങ്കിലും ആയിക്കോട്ടെ, കുറുക്ക് വഴിയെ തന്നെ വിട്ടോ. ശരി സാർ. വേഗം വിടണോ? ഒരു കുരിശ് വരുന്നു. കുരിശല്ല, അത് കുതിരവണ്ടിയാ. വണ്ടി എടുത്ത് മാറ്റണോ? എന്നെ ചൊല്ലാ നീ? ദൈവമേ, തമിഴോ? എടാ നീ എന്നെ പറ. അണ്ണേ കുതിരണ്ണേ, അതാ വണ്ടി എടുത്ത് മാറ്റണേ. ഇതാണോ തമിഴ്? ഫുൾ തമിഴല്ല, ഞാൻ തന്നെ പറഞ്ഞോളാം. അണ്ണേ, ആ വണ്ടി കുറച്ച് പുറകോട്ടെടുത്തേ. ഒന്നും പുരിയില്ലയ്യാ. പുളിയല്ലേ? എന്ത് കോപ്പാണെങ്കിൽ എടുത്ത് മാറ്റണോ? വണ്ടി എടുത്ത് മാറ്റോ? കുതിരവണ്ടി കൊണ്ട് ആ കുതിരവണ്ടിയുടെ ഹൗസ് ഓണർ വന്നി திமிரு பிடிச்சவங்க காலையிலே லொள்ளு பண்றாங்க. அந்த வண்டி கொஞ்சம் புறகோட்ட எடுக்க செல்லம்மா. செல்லம்மா அவள பேரு சொல்லம்மான்னு പറയടാ. சொல்லம்மா. என்ன சொல்ற நீ? எப்படி இது பின்னால எடுக்க முடியும்? ഇങ്ങനെ പോയാ കുറെ മുടിയും. ഇത് ഈ കാട്ടുപോത്തിനെ എങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാനാ? നിങ്ങൾക്ക് ഇപ്പോ എന്താ വേണ്ടേ? മലയാളം അറിയാ സാധനത്തിന് കാട്ടുപോത്തെന്ന് വിളിച്ചത് കേട്ട് കാണോ? നീ ഒച്ചത്തിലല്ലേ വിളിച്ചത്? ഓ, അത് ഭാഗ്യമായി പോയി. അതായത് ആ കാട്ട്പോർട്ട് ഒന്ന് പുറകോട്ട് എടുക്കാമോ മാഡം എന്നാ ചോദിച്ചത്. അത്യാവശ്യമായിട്ടൊന്ന് ബാംഗ്ലൂർ വരെ പോണ്ടതാ. കാട്ട്പോർട്ടിന് റിവേഴ്സ് ഗിയർ ഇല്ലാന്ന് അറിയില്ലേ?
ഞാൻ പറഞ്ഞില്ലേ നീ കാട്ടുപോത്തൊന്ന് വിളിച്ചവള് കേട്ടിട്ടുണ്ടെന്ന്. അയ്യോ, കാറിന് അതുണ്ട്. പുറകിലേക്ക് എടുത്താട്ടെ. റിവേഴ്സിൽ മെയിൻ റോഡ് വരെ എത്ര കിലോ ഉണ്ട്? 3 കിലോ. അത്രേ ഉള്ളൂ. പുറകോട്ടായതുകൊണ്ട് മിനിമം 1/2 മണിക്കൂറെങ്കിലും വേണം. അത്ര ഉണ്ടോ? ഇനി ആലോചിച്ച് നിന്നിട്ട് കാര്യമില്ല. നീ വന്നേ, അവളെ ഞാൻ വരച്ച വലയിൽ അഴിച്ചു വിടറാ. ഇവളുടെ കാര്യം ഞാൻ ഏറ്റു. അവളല്ലടാ കുതിരെ. What nonsense are you doing? ജോൺസണല്ല, വല്ലവൻ. How dare you, stupid! ഓക്കെ, ആ മുത്തത്തിനെ ചാരിയസിനെ തൂക്കി ചുമന്നിരുന്ന് പ്രാക്ടീസ് ആയത് നന്നായി. ഈ കുതിരയിലേക്ക് വണ്ടിയൊക്കെ വരുവല്ല അല്ലേ? ദേ കാട്ടുപോത്ത് അവിടെ നിൽക്കുന്നു. Leave me! ഇപ്പൊ ലീവ് തരാൻ നേരെയില്ല. You stupid! അത് ബാംഗ്ലൂരിൽ കിട്ടും, വാങ്ങിച്ചിട്ട് വരാം. സാറേ, അവിടെ ആയിട്ടൊരു ചാണാക്കുഴി ഉണ്ടല്ലോ. എന്നാ അതിലൊരു വാഴ വെയ്യടാ, മടങ്ങി വരുമ്പോ നമുക്ക് പഴം തിന്നല്ല. എന്റെ ടയർ നാറും. ഓ, ഞങ്ങള് നാറി, പിന്നെയാണ് നിന്റെ ടയർ. ഇപ്പൊ പെണ്ണും നാറി. 28ാമത്തെ ബാറാണിത്. എല്ലാ ബാറുകാർക്കും ഒറ്റ മറുപടി ഉള്ളൂ. ഇവിടെ നിന്ന് പോയിട്ട് അരമണിക്കൂറായി, ഇവിടെ നിന്ന് പോയിട്ട് അരമണിക്കൂറായുള്ളൂ. ഇനി മുമ്പോട്ട് പോയ ടാക്സി കാശിന് വേറെ വഴി നോക്കേണ്ടി വരും. നീ അഡ്രസ്സിങ് എടുത്തേ. ഏത് അഡ്രസ്? ഷാർഡിയുടെ അഡ്രസ്. അത് ഞാൻ കീറിക്കളഞ്ഞില്ലേ? ഏ, നീയല്ലേ പറഞ്ഞ കീറിക്കളയാൻ? ഞാൻ അങ്ങനെ എന്ത് പറഞ്ഞാലും നീ ചെയ്യും. പറ്റുന്നതാണ് ചെയ്യും. ആ. നിനക്ക് അഡ്രസ് വേണം? വേണ്ട. സാക്ഷാൽ ഷാരടിയുടെ അഡ്രസ് വേണമെന്ന്. വണ്ടി കേറ വണ്ടിയില്. കണ്ടാ ഷാരടി പീസ് പീസായിട്ട് റോട്ടി കിടക്കണത്. ഓ, ഭാഗ്യം. ഓരോ പീസ് പിറക്കി പിറക്കി രണ്ടായിട്ട് കീറിയാ പോരായിരുന്നോടാ വല്ലഭ. നേരത്തെ എന്നാ വെക്കുന്നു? ദൈവമേ, അയാൾ വീണ്ടും ഷാപ്പിൽ പോയാ? തിരിച്ചു വെക്കടാ. ഇങ്ങനെ വെച്ച KP ഷാരടി അതാരാ? അതല്ലേ എന്റെ പേര്. ഓ, അപ്പൊ ആളെ കിട്ടി. ഇനി സ്ഥലം കിട്ടിയാ മതി. ആ, സ്ഥലം കിട്ടി. ബാംഗ്ലൂര്. ബാംഗ്ലൂർ എവിടെ? ബാംഗ്ലൂർ എവിടെയെന്ന് അറിയില്ലേ? ബാംഗ്ലൂർ എവിടെ എന്നല്ല, ബാംഗ്ലൂരിൽ എവിടെ അറിയില്ലല്ലോ. എങ്കിൽ ബാംഗ്ലൂരിൽ എവിടെയെന്ന് നോക്കാം. കിട്ടി, ഹൗസ് നമ്പർ കിട്ടി. ഗോൾക്കൊണ്ട RS 225. എടാ, ഇത് അയാൾ മേടിച്ച ഗോൾക്കൊണ്ട ബ്രാൻഡിയുടെ വില 225 രൂപ. 225. മാർക്കേ, ഇനി ഞാൻ തന്നെ നോക്കിക്കോളാം. പോയി. അത് കീറി കളഞ്ഞില്ലായിരുന്നെങ്കിൽ. അത് കീറാൻ പറഞ്ഞില്ലായിരുന്നെങ്കിൽ. കീറി കളഞ്ഞിട്ട് ഒരു കണവണ വർത്താനം പറഞ്ഞാലോ. കത്തി മൂർച്ചോട്ടുണ്ടോ സാറേ? എന്താടാ? കത്തി അവന്റെ ഒരു കത്തി ഇവിടെ മനുഷ്യൻ ഉയിര് കത്തി നിൽക്കുമ്പോഴാ. ഉയിര് കത്തി ആയാലും ഞാൻ മൂർച്ചയിടും. പോ നോക്കടാ, അവന്റെ അമ്മൂമ്മയുടെ ഒരു കത്തി. கோயம்புத்தூர் கலெக்டர் ஆர்டர் இட்டு ரீசர்வே நடத்துனா அதுதான் உண்மையான பவுண்டரி. அது மட்டுமல்ல, அதற்கு இந்த பக்கம் பெரியத்தவட സ്ഥലമാ. நீங்க கேரளாவிலே வாளையார் வில்லேஜ் ஆபீசர் கிட்ட ചോദിച്ചില്ലേ? ചോദിച്ചതാ. ഞങ്ങളുടെ പ്രമാണത്തിൽ ശരിയാന്ന് അദ്ദേഹം പറഞ്ഞത്. நாங்க பண்றதும் கரெக்ட், நீங்க சொல்றதுം കറക്റ്റ്. രണ്ടും കറക്റ്റ് ആണെങ്കിൽ ഞങ്ങളുടെ പാതി സ്ഥലം എവിടെ പോയി സാറേ? കിണറിഞ്ഞു താഴുന്നു കേട്ടിട്ടുണ്ട്. പക്ഷെ 1.5 ഏക്കർ സ്ഥലം പിടിച്ചു താണു പറഞ്ഞ ആര് വിശ്വസിക്കാനാ? நீங்க കോടതി പോങ്കോ, അതാ ശരിயான വഴി. അന്ത ശരിയാന വഴി കൂടെ പോയാ ഞങ്ങൾക്ക് നീതി കിടക്കുമോ സാർ? തീർച്ചയായും കിടക്കും. ഒരു 10-15 ദിവസം നമുക്ക് നേരിട്ട് അങ്ങോട്ട് പോകാം. പിന്നെന്താ? 15 ദിവസമല്ല, 15 വർഷം. 15 വർഷം? ആമാ. സാറെന്താ പെരിയ തൈര്? പെരിയ തൈരല്ല, പെരിയ തേവര്. പെരിയ തേവര ആളെങ്ങനെയാ? തങ്കമാന മനുഷ്യൻ. യാർക്കും സഹായം ചെയ്യறதா അവർക്ക് ഇഷ്ടം. ഒരു ഉറുമ്പിനെ പോലും നോവിക്കില്ല. ராமச்சந்திரன் 10 பைசா அதிகமா தர சொன்னதால இனிமே அந்த மலையாளத்தானுக்கு தேங்காய் கொடுத்த கொடுக்க மாட்டாங்க ஐயா. வண்டி ஏறா. யாரையா அது? என்ன வேணும்? ഒന്നുമില്ല, ചുമ്മാ ഒന്നുമല്ല, ഞങ്ങൾക്ക് തേവർ സാറിന്. ஐயா, பெரிய தேரையா வராரு, யாருங்க நிக்காதீங்க. അയ്യോ வேளாண்டி ஐயா, இத வந்துடுறாங்க ஐயா. വാ നമുക്ക് പോകാം. പെരിയ തേവരെ കാണാനാണ് നമ്മളിങ്ങോട്ട് വന്നത്. ചെറിയ ദേവർ ഇങ്ങനെയാണെങ്കിൽ പെരിയ ദേവർ എങ്ങനെയായിരിക്കും എന്റെ പേടി. என்ன இது நிறைய செல்ல விழுந்திருக்கு? ஐயா, நடந்து வரும்போது கால வலிக்கு கீழே விழுந்துட்டேங்க ஐயா. நோக்கி வர்றதில்ல? இந்தா, நோக்கி நடக்கிறது. சீக்கிரமா போய் ரெடி ஆயிட்டு வா, அம்பலத்துக்கெல்லாம் போகணும். சரிங்க ஐயா. പോ. നീ വന്നേ. ചെളിയിൽ വീണിട്ടില്ലായിരുന്നു. ഈ കാളവണ്ടി ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ഇത് കാളവണ്ടി അല്ലടാ, കുതിരവണ്ടിയാ. അതെ, നല്ല മുഖപരിചയം. എവിടെയെങ്കിലും കണ്ടു കാണും. നീ വാ. என்ன நீங்க இன்னும் போகலையா? ഞങ്ങൾക്ക് തേവരയെ ഒന്ന് പാക്കണം. அசுரனை பார்க்கணுமா, தேவனை பார்க்கணுமா? മനസ്സിലായില്ല. புரியலையா? என்ன இப்ப காலால எட்டி உதைச்சாருல்ல, அவருதான் அசுரன்.
கொண்டாட்டி இறந்து 10 வருஷம் ஆச்சு. ஒரே ஒரு குழந்தை தான் உண்டு. யாரு மேலயும் அவருக்கு சிநேகம் இல்லவே இல்ல. மகா முரடன். ஆனா இப்ப பாத்தீங்களா இன்னொரு ஆளு எனக்கு கூட 100 ரூபா கொடுத்தாரு. அவருதான் தேவன். இதுவரை கல்யாணமே செய்யல. ஒற்ற தடி. அவருதான் பெரிய தேவர். இவங்கள நீங்க யார பாக்கணும்? பெரிய தேவரே. தைரியமா போங்க. വണക്കം. யாரு நீங்க? ഇത് വല്ലഭൻ. ഞാൻ ദിനേശൻ. ദിനേശൻ കൊണ്ടോടി. കൊണ്ടോടി കൺസ്ട്രക്ഷൻ കമ്പനി എന്ന് കേട്ടിട്ടുണ്ടോ സാറ്? കൊച്ചിയിലെ വലിയ കമ്പനി ആയിരുന്നു. അതിന്റെ ഉടമസ്ഥൻ മഹേന്ദ്രൻ കൊണ്ടോടിയുടെ മകൻ കൊണ്ടോടി. சரி, உங்களுக்கு என்ன வேணும்? ഞങ്ങളൊരു കുരുക്കിപ്പെട്ടിരിക്കുക തേവർ സാറേ. ஓ, அதுதான் பிரச்சனையா? അതെ. அப்ப அதிர்த்திக்கு இந்த பக்கம் ஏன் ஸ்தலத்துல நீங்க எத்தனை ஸ்தலம் மாட்டிருக்கு? 1.5 ഏക്കറും വീടിന്റെ പാതി. அத்தனை உள்ளோ? புறம்போக்கு மாதிரி கிடக்கிற ஸ்தலம் தானே, സാരമില്ല. அந்த സ്ഥലത്തെ നിങ്ങൾക്ക് തന്നെ ഞാൻ എഴുതി സന്തോഷം. കുതിരവണ്ടി മറിച്ചിട്ടില്ലേ ആ പെണ്ണ? കുതിരവണ്ടി മറിച്ചിട്ട് ആ പെണ്ണല്ലല്ലോ, നമ്മളല്ലേ? അതെ, പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. നമ്മളെ പിടികിട്ടിയെന്ന എന്റെ പേടി. നമുക്ക് അടികിട്ടോന്നാ എനിക്കിപ്പോ പേടി. ചുമ്മാ அது நம்ம ஸ்தலம். அது யாருக்கும் கொடுக்க கூடாது பெரியப்பா. அது இல்ல கண்ணு, நம்ம இடத்துல அவங்க வீடு கூட மாட்டிக்கிச்சு. பாவம். நம்ம இடத்துல யார்கிட்ட கேட்டுட்டு வீடு கட்டினாங்க? தப்பு தானே அது? அகங்காரம் தானே அது? கரெக்டா கண்ணு, தப்புதான், அகங்காரம் தான். ஐம் சாரி, நீங்க கிளம்புங்க சார். ഞങ്ങളെ ഉപേക്ഷിക്കരുത്. நோ, உண்மையிலே இந்த எல்லா சொத்துக்கும் அவதான் அவகாசி. அது மட்டும் இல்ல, என் செல்ல குட்டியோட முகம் கருக்கிற மாதிரி நான் எதுவும் செய்ய மாட்டேன். ஐ எம் எக்ஸ்ட்ரீம்லி சாரி, யூ கேன் கோ. அதான் போக சொன்னேன்ல, வந்துருங்க. ഒരു തേവര് വന്നിരിക്കുന്നു, പെൺകോന്തൻ. അവളുടെ മോന്ത കിടത്ത അയാൾക്ക് മുടിയൂല അത്ര. കാണിച്ചാലോ ദിനേശൻ? നീ ഒന്ന് പതുക്കെ പറ, അയാൾ കേട്ടാ. അയാൾ കേട്ടോ ചുക്കും ചെയ്യില്ല. കൂടി വന്ന സ്ഥലം വിട്ടില്ല, അത്രയല്ലേ ഉള്ളൂ. ദേവരായ പാത്തീങ്ങളെ എന്നാച്ചി നീ അയാളോട് എന്ന് പറ, അയാളുടെ കാലിലൂടെ വന്നിട്ടുണ്ടെന്ന്. என்ன என்ன എന്തായി? ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ല. അപ്പൊ ഒക്കെ പരിഹരിച്ചു അല്ലേ? എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വേണ്ടേ പരിഹരിക്കാൻ? ചേച്ചി എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ചെന്ന് സാധനങ്ങളൊക്കെ ഒതുക്കി വെക്ക്. ഒക്കെ ക്ലീൻ. ഇത് നമ്മുടെ വീട്, നമ്മുടെ സ്ഥലം. ഒന്ന് പേടിച്ചു. എന്തിനാ പേടിക്കുന്നത്? ഞാനില്ലേ? നീ എന്താടാ കുന്തം വിഴുങ്ങിയ പോലെ നിൽക്കുന്നത്? ദിനേശ കുഴപ്പമാവും. വല്ലഭ, നീ പോയി അമ്മാവനെ സഹായിച്ചു കൊടുക്കടാ. ചെല്ലടോ. ആ ചേച്ചിയമ്മേ, ഇന്ന് ഇവിടുന്ന് കാപ്പി കൂടി കഴിഞ്ഞിട്ട് വേറെ പരിപാടിയുള്ളൂ. ഒരു 10 മിനിറ്റ് അടുപ്പി തീ കൂട്ടേണ്ട താമസം. ഓഹോ, മതി 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 മതി. ഈശ്വര, എന്റെ നെഞ്ചിലാണ് തീ. ഒന്ന് പോടാ. അല്ല പിന്നെ നമ്മ സ്ഥലത്ത് അതിര് കെട്ടിയ കയറ് അവര് പൊട്ടിച്ചറിഞ്ഞോ? ആമാങ്കയ്യ வேளாண்டி கூப்பிட்டீங்களா ஐயா? நீ ரொம்ப நாளா சொல்லிட்டு இருக்கல, உனக்கும் உன் பொண்டாட்டிக்கும் குழந்தைகளுக்கும் தங்குறதுக்கு ஒரே ஒரு ரூம் தான் இருக்கு, இடம் போறான்னு. ஆமாங்க ஐயா. உனக்கு நான் இடம் கொடுக்கறேன், நிறைய இடம் கொடுக்கறேன். പ്രശ്നം പരിഹരിച്ചെങ്കിലും വീട് ഇപ്പോഴും തമിഴ്നാട്ടിലും കേരളത്തിലും വേണമാവാ. അതുകൊണ്ട് ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇപ്പൊ എന്റെ വലത്തെ കാല് കേരളത്തിൽ, ഇടത്തെ കാല് തമിഴ്നാട്ടിൽ. കേരളത്തിൽ ഇരിക്കുന്ന ഈ ദോശ തമിഴ്നാട്ടിലിരിക്കുന്ന ഈ ചട്നിയിൽ ഇങ്ങനെ മുക്കി കഴിക്കാന്ന് പറഞ്ഞാല് അതൊക്കെ ഒരു ഭാഗ്യം തന്നെ അല്ലേ? ജനക്ഷൻ വരുമ്പോ വോട്ട് നമ്മൾ എവിടെ ചെയ്യും വല്ലഭ? എന്തോ ജനക്ഷൻ വരുമ്പോഴേ നമ്മൾ വോട്ട് എവിടെ ചെയ്യും? അമ്മായും തമേന്നി കൂടുതൽ അടുക്കള ഭാഗത്തായതുകൊണ്ട് അവരുടെ വോട്ട് തമിഴ്നാട്ടിൽ പോകും. എടാ, AK ആന്റണിക്ക് വോട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ വോട്ട് കേരളത്തിൽ തന്നെ ആയാലേ കാര്യമുള്ളൂ. ആരാടാ അത്? അതിഥികൾ ആരോ ഉണ്ടെന്നാ. എന്താടാ ഇത്? வந்து கவனிச்சுக்கிறேன், விடுறதில்ல உங்கள. நீ ஏடுற ஆணிய இது எப்படி? அங்கே போடு. എന്താണ് കളിക്കുന്നത്? எங்க வீட்டுல எங்க வேணும் நீ யாரா கேக்குறது? അല്ലമ്മാവാ. പരമമാവോ, വാളയാർ ചന്തയിൽ ഒരാൾ പരമമാനെ തിരക്കി വന്നിരിക്കുന്നു. ആരാ? വടിവാൾ വാസു എന്നാ പറഞ്ഞു.
ജയിലിൽ നിന്ന് വരുന്ന വഴിയാത്രേ. അവൻ വരണം. അവൻ വന്നാലേ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തീരൂ. ഈ പാണ്ടികളെ നിലയ്ക്ക് നിർത്താൻ എനിക്കിനി ആരുടെയും സഹായം ആവശ്യമില്ല. എന്റെ വാസു മതി. എന്റെയും വാസുവിന്റെയും ശരീരത്തിൽ ഓടുന്നത് ചോരയാണെങ്കിൽ ഇന്ന് സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് ഈ പാണ്ടികളെ ഇവിടുന്ന് ഓടിച്ചിരിക്കും. വാടാ. വാസു? അതൊന്നും നീ പറയണ്ട, തൽക്കാലം മുങ്ങുന്നതാണ് ഭംഗി. എന്റെ പുന്നേറെ അളിയാ. നല്ല സ്ഥലം. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റത്തിന് കാരണം, അതും കട്ടപ്പന വാളയാറിലേക്ക്, എന്താണ് അത്? ഒക്കെ വിശദമായിട്ട് പറയാം. എനിക്കിപ്പോ എന്തെന്നില്ലാത്തൊരു ധൈര്യ. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാ അളിയ ഒരു കൈ? ഈ രണ്ട് കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും. നീ അങ്ങ് ഉണങ്ങി വിറകുള്ളി പോലെ ആയല്ലോ. ആദ്യം നിന്റെ തടിയൊന്ന് ശരിയാക്കി എടുക്കണം, എന്നിട്ട് വേണം. ദാദാജി സുപ്രഭാത്. അവന്റെ ഒരു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷ് അല്ല മുത്തച്ഛ, ഹിന്ദി, നമ്മുടെ രാഷ്ട്രഭാഷ. ജയിലിൽ എനിക്ക് ഹിന്ദിക്ക് ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പെങ്ങളെ? സുഖം തന്നെയല്ലേ? അങ്ങനെ കഴിഞ്ഞു കൂടും. അച്ഛാ, നീ എന്താടി വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. 6-7 മാസം ജയിലിലെ ഉണ്ടയും വെള്ളവും തിന്നും അടുത്തതല്ലേ. വായിക്ക് രുചിയുള്ള എന്തേലും കഴിച്ചിട്ട് മതി ഇനി വിശേഷം. അച്ഛാ, എല്ലാം റെഡിയല്ലേ ജാനു? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കൈയും കഴിയിട്ട് വന്നിരുന്നാ മതി. മാർക്കറ്റിൽ കൂടി നടന്നു വരുന്ന ഒരു മണം. എന്താണ് അളിയ ഇതെല്ലാം? എല്ലാം നിനക്ക് ഇഷ്ടമുള്ള ഐറ്റംസാ. കരിമീൻ ഉലർത്തിയത്, താറാവ് നിർത്തിപ്പൊരിച്ചത്, ആടിന്റെ തല മുളകിട്ടത്, അത് കോഴി ഫ്രൈ. ഇത് മറ്റവൻ യവൻ കണ്ടംപൂച്ച ജീവനോടെ വറുത്തത്. കണ്ടംപൂച്ചയെ കെണി വെച്ച് പിടിച്ച് ചുട്ടു തിന്നുന്നത് നിന്റെ വിരോധമല്ലായിരുന്നോ? ഇവരാരും കൂട്ടാത്ത കൊണ്ട് ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിച്ചതാ. അളിയ, ഞാൻ ഇതൊക്കെ നിർത്തി. എന്തോ നിർത്തിന്ന്? ഈ നോൺ വെജിറ്റേറിയന്. ജയിലിൽ വെച്ച് ഞാൻ ഗാന്ധി മാർഗത്തിൽ ചേർന്നളിയ. ഈ മത്സ്യമാംസാദികൾ ത്യജിച്ച് ഞാനിപ്പോ വെറും പച്ചക്കറിയാ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. രഘുപതി വലിയ അഹിംസക്കാരൻ. ആ ജയിലിൽ നിന്ന് അയച്ച ആ കത്ത് എടുത്തോണ്ട് പാടി. ഏത് കത്തിന്റെ കാര്യം അളിയൻ പറഞ്ഞത്? ഓ, കുട്ടിയായിരുന്ന ഇന്ദിരാജി ജയിലിൽ കിടന്ന ചാച്ചാജിക്ക് എഴുതിയ കത്ത് അല്ലേ? കോപ്പി ഉണ്ട് എന്റെ അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഹായ്, നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. കാണും, പരിചയം കാണും. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അയച്ച കത്താ. എന്നാ കേട്ടോ, ഞാൻ വായിക്കാം. ഞാൻ ജയിലിൽ പോവാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്കൊന്ന് നേർക്ക് നേർ കാണണം. അധികം തന്നെ. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയൻ, 3-4 ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക. അല്ലാതെ ഞാൻ വേറെ അവിടെ പോകാനാ? ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. അതെന്തിനാ? അവനെ നിനക്ക് കുത്തിക്കൊല്ലാനല്ലേ? എന്റെ അളിയ, അളിയൻ ഇത്ര മണ്ടനായി പോയല്ലോ. മോശം മോശം. അവനെ നേർക്കൊന്ന് കണ്ടാലല്ലേ മാപ്പ് പറയാൻ പറ്റൂ. പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. നിനക്കവന്റെ കയ്യോ കാല വെട്ടാനല്ലേ? അളിയൻ പിന്നെയും. എന്റെ അളിയ, ആന്റണിയെ കണ്ടിട്ട് വേണം അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ. കള്ളസാക്ഷി പറയുന്നത് പാവമാ, കൊടും പാവം. ഞാൻ കട്ടപ്പനെ ചെന്ന് അവരുമായിട്ട് തോളി കൈയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ വടിവാളും കൊടുവാളും എടുത്തു വെക്കാൻ പറഞ്ഞതോ? അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത് അരിവാളാക്കിയിട്ട് കൊയ്യാൻ കൊടുത്തൂടെ? വേസ്റ്റ്. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അളിയൻ അങ്ങനെ വിധി കൽപ്പിക്കരുത്. അഹിംസ കൊണ്ടുണ്ടായ നേട്ടങ്ങളുടെ ഒരു പട്ടിക ഞാൻ അങ്ങ് നിരത്തി തരാം. 1987 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇവരോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇതെല്ലാം എടുത്ത് പട്ടിക്കിട്ടു. ഒരു വെജിറ്റബിൾ സൂപ്പ് കിട്ടും.
എല്ലാരും ഉണ്ടല്ലോ. നമ്മളാരാ മനസ്സിലായില്ല? താനാരാ? ഞാൻ ദിനേശൻ. ദിനേശൻ കൊണ്ടോടി. ആരെയും കൊണ്ടോടി? ആരെയും കൊണ്ട് ഓടിയതല്ല, എന്റെ കുടുംബപ്പേരാ കൊണ്ടോടിന്ന്. ഓഹോ, അപ്പൊ പാരമ്പര്യമായിട്ട് കൊണ്ടോടുന്നവരാണല്ലേ? കൊണ്ടോടുക, തട്ടിക്കൊണ്ടുപോവുക, കള്ളപ്രമാണം ഉണ്ടാക്കി വീട് വിൽക്കുക, ഇതൊക്കെ ഞാൻ എത്ര കണ്ടിരിക്കുന്നു. അവനോടെ ആര്? വല്ലഭൻ. വന്നിട്ട് വർഷം കുറയായി. ഞാൻ ഗാന്ധി മാർഗം സ്വീകരിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷെ ഏത് നിമിഷം വേണേലും ഈ വടിവാൾ വാസു മറ്റേ മാർഗത്തിലേക്കും തിരിയും. ഇവരാരാണെന്നറിയോ? എന്റെ ചോരയാ. ഞാഞ്ഞുള്ളായിരുന്ന എന്നെ മൂർഖം പാമ്പാക്കി മാറ്റിയ വലിയവരാ. അവർക്ക് വേണ്ടി ഈ ഗാന്ധി ഭക്തൻ 2 കൊല വരെ ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് ഇന്നേക്ക് 5 ദിവസത്തിനകം ആ പാണ്ടികളെല്ലാം അവിടെ നിന്ന് ഓടിച്ച് എന്റെ അളിയനെ കുടുംബത്തെയും അന്തസ്സായ അവിടെ കയറ്റി താമസിപ്പിക്കണം. എന്താ പറ്റില്ലേ? പിന്നെ ഇതൊക്കെ പറയാൻ വാസോണ്ണം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാ പോരായിരുന്ന? അതുവരെ എന്റെ അളിയനും കുടുംബവും ഇവിടെ താമസിക്കും. അല്ല, ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങടാ. എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടാ. പറഞ്ഞനുസരിച്ചിട്ട് ഇറങ്ങടാ. നിന്നോടും കൂടിയാ. ചായ വേണം? കുടിക്കില്ല. കുടിക്കില്ല. ഞങ്ങള് പുറത്തു വന്നു. മുത്തശ്ശനെ എടുക്കടാ. എടുത്തോടാ. വരുന്നില്ല. കസേരയോടെ എടുക്കടാ. ഒരു TV VCR കൂടി കെട്ടി തൂക്കായിരുന്നു. അകത്തേക്ക് എടുക്കടാ. ഞാൻ പറഞ്ഞില്ലേ പുറത്തോട്ട് എടുക്കാറായിട്ടില്ലെന്ന്. വല്ലഭ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. മറ്റാരും അറിയാതെ ഒരൊറ്റ കൈ പ്രയോഗം. എന്താണ് പബ്ലിക് ആയിട്ടൊരു ഗൂഢാലോചന? ചേട്ടൻ പറഞ്ഞില്ലേ പാണ്ടി കുടുംബത്തെ ഒഴിവാക്കി തരണമെന്ന്? അതെ. അതിനൊരു വഴിയുണ്ട്. പറയൂ. ചേട്ടനും കൂടെ ഞങ്ങളുടെ ഒപ്പം നിക്കണം. എത്ര നാൾ നിൽക്കണം? പ്രശ്നം ഒന്ന് സോൾവ് ആകുന്നവരെ നിന്നാ മതി. അപ്പോ അതുവരെ ഞാൻ നിക്കണം? വേണ്ട, ഇടക്കിടക്ക് വേണേ ഇരിക്കാം. അഹിംസയാണോ ഹിംസയാണോ? അത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. വടിവാള് വേണോ കതറ വേണോന്ന്? കതർ മതി. കതർ മതി എന്ന് പറയായിരുന്നു. വിദ്യാഭ്യാസം കുറച്ച് കുറവാണേ. കതറെങ്കിലും ഓക്കെ. ஏன் அழுகிறேன்? சந்தோஷம் தாங்க முடியலம்மா. உங்களை காணணும்னு உயிருக்கு உயிர ஆசையா இருந்தம்மா. அது இவ்வளவு சீக்கிரம் நிறைவேறேன்னு நினைச்சு கூட பார்க்கலம்மா. எங்க வீட்டுக்கு வந்து தரிசனம் தந்தீங்களே. இந்த வீட்டுக்கு மட்டும் இல்லை, உலகத்துல எல்லா இடத்துலயும் நான் இருக்கேன். அம்மா இல்லாத குழந்தை இருக்கா? பாரம்மா, உலகம் ஒண்ணு, மனிதனும் ஒண்ணு. இங்கிலீஷ், மலையாளம், தெலுங்கு, தமிழ் எல்லாம் ஒரு தாய் பெற்ற மக்கள். இப்போ நான் தமிழ்நாடு முக்கியமந்திரி தானே. ஆனா குருவாயூரப்பன் எனக்கு வேண்டிய கடவுள். அவரை காணணும்னா கேரளாவுக்கு போக வேண்டாமா? கேரளாவுக்கு அரிசி கிரிசெல்லாம் நாம தானே குடிக்கிறது. கேரளாவும் தமிழ்நாடும் ரொம்ப ரொம்ப நண்பர், ஃப்ரெண்ட்ஸ். இங்க ஒரு மலையாள ஃபேமிலி இருந்தது இல்லையா, அவங்க எனக்கு ரொம்ப வேண்டியவர். அவங்களுக்கு எந்த தொந்தரவும் நீ கொடுக்க கூடாது என்ன? இல்லங்கம்மா, எந்த தொந்தரவு கொடுக்க மாட்டாங்கம்மா. அவருக்காக நீங்க இந்த ஸ்தலம் விட்டு கொடுங்க. கொடுக்கறேங்கம்மா. தமிழ் வாழ்க. ഇത്ര പെട്ടെന്ന് സ്ഥലം വിട്ടോ? കൈയൊന്നും വേണ്ട. നടീനടന്മാരൊക്കെ ഒന്ന് ബാറ്റിംഗ് തീറ്റയ്ക്കുള്ളൊക്കെ മേടിച്ചോ. എന്നെ കാശൊന്നും ഞാൻ ഈ വണ്ടി തന്നെ പോയിക്കോളാം. അതെ, ഈ വണ്ടിക്ക് കല്യാണം അത് പറ്റില്ല. ഒറ്റപ്പാലത്തെ സീരിയലിന്റെ ഷൂട്ടിംഗ് ഉള്ളത് ഞാൻ കോളേജിൽ തന്നെ പോയിക്കോളാം. ഈ കോളേജിൽ ഒറ്റപ്പാലത്ത് പോയ 2000 രൂപ പൊടിയും. ഈ കലാപരിപാടിക്ക് തന്നെ 5000 രൂപ പലിശക്കെടുത്താ ഞാൻ പൊടിച്ചു കളഞ്ഞത്. ഒരു 500 രൂപ കിടന്നേ. എന്തിനാ? ഈ ടർപ്പയുടെ വാടക കൊടുക്കാനാ. എങ്ങനെയെങ്കിലും പോവാം. ആ, ഇങ്ങനെ പോയ ബസ് കിട്ടിയത് തന്നെ. ഒന്ന് ആഞ്ഞ് ചവിട്ടിക്കേ. ചവിട്ടൊക്കെ ആഞ്ഞ് തന്നെ ചവിട്ടുന്നത്. വണ്ടി നീങ്ങണ്ടേ? ഒരു ചുമടല്ലേ പുറകില്. அம்மா வச்சு ஏமாத்திட்டீங்களா? ஏய் ஆரம்போ, முத்து, பழனி, சின்னையா, எல்லாரும் ஆயுதங்களை எடுத்து சீக்கிரம் புறப்படுங்கடா. எதுக்குப்பா? எதுக்கு இவ்ளோ டென்ஷன்? அவங்கள அங்கிருந்து ஓடிக்கணும், அவ்வளவுதானே. அதனதுக்குப்பா ഈ குஸ்திக்காரும் ஆயுதம் எல்லாம் அது எனக்கு விட்டு கொடுங்க. எடி, நீ வெறும் ஒரு பொண்ணு. நான் வெறும் பொண்ணு இல்லப்பா, தேவர் பொண்ணு.
பயம் என் பிளட்லயே இருக்காது. நீ என்னடி செய்ய போற? வெயிட் அண்ட் see.